ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നെല്ലിൽ നിന്നും കിട്ടുന്ന വേസ്റ്റായി കിട്ടുന്ന വൈക്കോൽ എങ്ങനെ കൂട്ടിക്കെട്ടി ആൾക്കാർക്ക് വിൽക്കാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു വയലിലാണ് നിൽക്കുന്നത്. നെല്ല് പാകി വേസ്റ്റായി കിടക്കുന്ന വൈക്കോൽ അവിടെയുണ്ട്. അതെങ്ങനെ കൂട്ടിക്കെട്ടാമെന്ന് നമുക്ക് നോക്കാം. അവിടെയാണുള്ളത്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. അതിൽ മനോഹരമായ വെള്ളങ്ങളുണ്ട്, നമുക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതേപോലത്തെ വൈക്കോൽ കെട്ടുകളാണ് ഉണ്ടാക്കുന്നത്. നമുക്കിങ്ങനെ ഒരു അങ്ങോട്ടൊക്കെ നമ്മുടെ മരിച്ചിനി തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പണി നടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മൾ വൈക്കോൽ കെട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനത്തെ 3 ചുറ്റുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ലവണ്ണം കറക്കി ടൈറ്റ് ആക്കണം. ഇത് ഭയങ്കര പാടാണ്. നമ്മുടെ കൈയൊക്കെ നല്ലവണ്ണം വേദന എടുക്കും. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വെയിലായതുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട്. ഇതിങ്ങനെ കറക്കി ഇതിപ്പോൾ രണ്ടാമത്തതാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ നമ്മൾ 3 എണ്ണം ഇതേപോലെ ഒരു കയറ് പോലെ ചുറ്റും. എന്നിട്ട് അതിൻ്റെ പുറത്ത് വൈക്കോൽ വച്ചിട്ടാണ് നമ്മൾ പിന്നെ കെട്ടുന്നത്. ഇപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഈ സൈസ് കൂട്ടിയാൽ നല്ല രസകരമായിരിക്കും. ഇവിടെ കണ്ടോ, ഇതേപോലത്തെ വൈക്കോൽ കെട്ടുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്രണ്ട്സ്, ഇതിൽ നോക്കൂ, ഇതിൻ്റെ നടുക്ക് 2-3 ചരട് കിടക്കുന്നത് കണ്ടോ. ആ ചരടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് വൈക്കോൽ ടൈറ്റായി നിൽക്കുന്നതിന് സഹായിക്കും. നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എടുക്കുമ്പോഴോ ഇതേപോലെ ചരടുകൾ നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇവിടെ നല്ലോണം തുമ്പിയുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇഷ്ടംപോലെ തുമ്പിയുണ്ട്. അത് നമ്മുടെ ദേഹത്തൊക്കെ വന്ന് അടിക്കും. ആ ഒരു പ്രയാസം കൂടെയുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചാണ് നമ്മൾ വൈക്കോൽ കെട്ടുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ കൈയും നല്ലവണ്ണം വേദന എടുക്കും. പിന്നെ മഴ ഉള്ളത് കൊണ്ട് അത്രയ്ക്ക് പ്രശ്നമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മളുണ്ടാക്കിയ ചരട്ടിൻ്റെ മുകളിൽ വൈക്കോലുകൾ ഈക്വൽ സൈസായി വിതറിയിടണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വൈക്കോൽ കെട്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഈ 2 ചരടുണ്ട്. ഈ ചരടുകൾ കെട്ടിയാണ് നമ്മൾ വൈക്കോൽ കെട്ടുകൾ ഉണ്ടാക്കുന്നത്. 3 ചരടാണുള്ളത് ഇതിൽ. പിന്നെ നല്ല മനോഹരമായ വയലാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ വൈക്കോൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. എങ്കിൽ എല്ലാം അൺഈക്വലാകുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ വൈക്കോൽ കെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റിപ്പോയിരിക്കുന്നു. ഇത് ആദ്യമേ ആയതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടേനെ. നമ്മൾ ഒരിക്കലും തെറ്റരുത്. നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. നമ്മൾ വയ്ക്കുന്ന കെട്ടുകൾ ചെരിഞ്ഞൊന്നും പോകരുത്. പിന്നെ ഈ 3 കെട്ടുകളും ഒരേ വീതിയായിരിക്കണം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സൈഡിലുള്ള വൈക്കോലുകൾ നമ്മൾ അകത്തോട്ടാക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഭയങ്കര പാടാണ്. അപ്പുറത്തെ സൈഡ് ചവിട്ടി വെച്ചിരിക്കണം. സൈഡിലുള്ള വൈക്കോൽ എല്ലാം അകത്തോട്ട് കയറ്റി വേണം ചെയ്യാൻ. അത് കറക്കി തീർന്നിരിക്കുന്നു. ഇനി കെട്ടണം, ടൈറ്റാക്കി കെട്ടേണ്ടതാണ്. നമുക്ക് ചരടെല്ലാം വെളിയിലോട്ട് തള്ളിയിരിക്കുന്നത് കാണാം. ഇത് കറക്കി ടൈറ്റാക്കി വേണം കെട്ടാൻ.
ഫ്രണ്ട്സ് നമ്മളെ പണി തീരാനായി. ചരടിനെ വീണ്ടും കറക്കി നേരത്തെ ശരീരം കറക്കണം, ടൈറ്റാക്കി. പിന്നെ തുടക്കത്തിലുള്ള ചരട് യോജിച്ച് കെട്ടണം. കാണാവുന്നതാണ്. ഇതേപോലെ ടൈറ്റാക്കി കെട്ടേണ്ടതാണ്. ഫ്രണ്ട്സ് ഇതാ ഒരു വൈക്കോൽ കെട്ട് തീർന്നിരിക്കുകയാണ്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒരു വൈക്കോൽ അപാരത ഇവിടെ അവസാനിച്ചിരിക്കുന്നു.